ഹലോ, രതീഷ് പരപ്പനങ്ങാട് കേട്ടോ. ഞങ്ങളിപ്പോൾ രാത്രി ഫ്രൂട്ട്സൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയ ഷായി സാറുണ്ട്, അസീസ് സാറുണ്ട്, പിന്നെ നമ്മുടെ ടീംസ് മൊത്തം ഉണ്ട്. അപ്പോൾ ചിക്കനും ഐറ്റംസ് ഒന്നും വേണ്ട വെച്ചിട്ട് ഫ്രൂട്ട്സിൽ ഒതുക്കാച്ച് നൈറ്റ്. ഞങ്ങൾ ഈവനിങ് ഇവിടെ എത്തിയ സമയത്ത് തന്നെ ചിക്കനും ഐറ്റംസൊക്കെ ഒന്ന് ചെറുതായിട്ട് കഴിച്ചു. ആപ്പിളാണ് ഇവിടുന്ന് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ആപ്പിളിന് 150 രൂപയാണ് കിലോ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ആപ്പിളാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നൈറ്റ് ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് റോഡിലേക്ക് പുറത്തിറങ്ങാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല, തണുപ്പുണ്ട്. അസീസാറാണെങ്കിൽ വില പേശി കൊണ്ടൊക്കെയാണ്. 100-ന് തരുമോ 120-ന് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 120-നൊക്കെ എത്തി. നമ്മളെ ഏയാബായി ഇപ്പോൾ പറയുന്നുണ്ട് നമ്മളെ നാട്ടിൽ 60-ന് കിട്ടും എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ ഇവിടെ 120 പറയുന്നത്. നമ്മളിത് മാക്സിമം കുറയ്ക്കുക. നമ്മൾ 1 കിലോ കൂടി ആപ്പിൾ എടുത്താലോ എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് 1 കിലോ എന്തായാലും കൂടെ എടുത്തോളിയാണ്. നൈറ്റ് പിള്ളേർക്കൊക്കെ കഴിക്കേണ്ടി വന്നാലോ. അപ്പം അതിൻ്റെ തയ്യാറെടുപ്പില്ല. തണുപ്പ് കൊണ്ട് സംസാരിക്കാൻ പോലും പറ്റില്ല. അമ്മാരി കൂളിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോട്ട് മേടിച്ചിട്ട് വന്നാൽ മതി. പിന്നെ നമ്മളിവിടുന്ന് കോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം വില പേശിയിട്ട് എടുത്താൽ മതിയാ. നല്ല റേറ്റ് കുറവുണ്ട്. ഒറ്റയടിക്ക് പോയിട്ട് വിലയ്ക്ക് എടുക്കാൻ നിൽക്കണ്ട. ഇവിടേക്ക് ഒരുപാട് ടീംസ് വരാനുണ്ട്. ഇന്ത്യൻ ടീംസൊക്കെ അടിപിടിയും നായാട്ടാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് മാക്സിമം മേടിക്കണം. അപ്പോൾ റൂമിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ 8 മണിക്കാണ് അവിടെ റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഒന്ന് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. മെട്രോയ്ക്ക് നമുക്ക് 6 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് പോകാൻ. പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം ഒരു 8 കിലോമീറ്ററാണ് റണ്ണിങ്. ഒരു അരമണിക്കൂറിൻ്റെ അടുത്തുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നേരെ പഴം വേണമെന്നാണ്. അപ്പോൾ പഴമാണെങ്കിൽ ഇവിടെ എണ്ണിക്കൊടുക്കുക എന്ന് പറഞ്ഞു. എല്ലാതും നമ്മളെ ഭാഷ അറിഞ്ഞാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യ പിന്നെ നമ്മളെ മാതൃഭാഷ ആയതുകൊണ്ട് നമ്മൾ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ സാറുണ്ട്, അളിയുണ്ട്, പിന്നെ പിള്ളേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ പഴം ഇങ്ങനെ അവിടുന്ന് ഒരു ഏകദേശം ഒരു 20 പഴങ്ങും മേടിക്കണം. കുട്ടികൾക്ക് ധ്യാനത്തിനും കാര്യത്തിനൊക്കെ സെറ്റാവും. അപ്പോൾ ആ പുള്ളിക്കാരതെങ്ങനെ എണ്ണാണ് 12 പഴം, 13 പഴം, 14 പഴം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും വില ഒന്ന് പേശുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മളോട് പറഞ്ഞത് ഞങ്ങൾ കൂട്ട് ഇവിടുന്ന് മേടിച്ചു. കൂട്ട് 1500 രൂപ നമ്മളോട് കൂട്ടിന് പറഞ്ഞത്. നമ്മൾ പേശി 550-600 രൂപ ആ ലെവലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒറ്റയടിക്ക് ഒരാൾ ഇവിടെ വന്നിട്ട് ആ റേറ്റിന് എടുക്കരുത്. മാക്സിമം നമ്മൾ വില പേശുക. പിന്നെ നമുക്ക് കുറച്ച് സംസാരിക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സംസാരിക്കാം. ഹിന്ദി സംസാരിക്കുക പറഞ്ഞാൽ അത്രയും സെറ്റപ്പാണ്. അതിനനുസരിച്ച് നമുക്ക് എത്രത്തോളം വില കുറഞ്ഞിട്ട് വെച്ചാൽ അത്രത്തോളം വില കുറഞ്ഞു കിട്ടും. പഴമൊക്കെ കിട്ടിയ നല്ല ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഷായി സാറാണ് ചാട്ടി കയറി കണ്ട് പൈസ കൊടുക്കണം എല്ലാത്തിനും. നമ്മളെ കൊണ്ട് ഒന്നും കൊടുപ്പിക്കണില്ല. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ഇന്ത്യ ഗേറ്റിലൊക്കെ പോയ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വരുന്നുണ്ട്, പിന്നാലെ വരുന്നുണ്ട്. പിന്നെ ഇത് പോണ വഴിക്ക് ഒരു പച്ചക്കറി, പ്രായമുള്ള ഓരോ അച്ഛന്മാരാട്ടോ പച്ചക്കറിയൊക്കെ വിൽക്കുന്നത്. പാവം തോന്നും ഇങ്ങനെ കാണുമ്പോൾ. നൈറ്റ് ആയാലും നമുക്ക് നമ്മളെ അച്ഛനും ഇവരൊക്കെ ഓർമ്മ വരും പെട്ടെന്ന് കാണുന്ന സമയത്ത്. പിന്നെ അവിടെ നിന്ന് നേരെ പോയ സമയത്ത് നമുക്ക് പപ്പായ കണ്ടു. അപ്പോൾ ഒരു പപ്പായ മേടിച്ചാലൊന്ന് പിന്നെ ഷായി സാറാണെങ്കിൽ ഫ്രൂട്ട്സ് മാക്സിമം കുട്ടികളെ ഫ്രൂട്ട്സ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. നമുക്ക് വില പേശാനായിട്ട് അസീസ് സാറും ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു പേടിയും പേടിക്കണ്ട. പുള്ളിക്കാരൻ നല്ല ഹിന്ദിയിൽ നല്ല ദമ്മിന് സംസാരിക്കും. നമ്മളിവിടുന്ന് എന്തായാലും ഒരു പപ്പായം കൂടി എടുത്തിട്ട് പോകാമെന്നുള്ള നല്ല പ്ലാനിങ്ങളാണ്. പിന്നെ നമ്മളൊരു സ്വന്തം കാക്കയാണ്, നമ്മളെ ചങ്കാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ഇവിടെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ആ ലെവലിൽ വന്നാണ് നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സ് അത്ര ഒരു കൂട്ടായ്മയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കണേ. പക്ഷെ തണുപ്പാണ് സഹിക്കാൻ പറ്റത്തത്. ഭയങ്കര കൂളിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ചുണ്ടൊക്കെ പൊട്ടിയാകെ നാശമായിട്ടുണ്ട്. കുളിച്ചപ്പം ചുടുവെള്ളം ഇതും കൂടി മിക്സ് ചെയ്ത് കുളിച്ചിട്ട് പോലും നമുക്ക് അത്രത്തോളം കണ്ട് ഏറ്റിട്ടില്ല. ഇനിയിപ്പോൾ നാളെ റിപ്പോർട്ടിങ്ങിന് എത്ര മണിക്ക് എത്തേണ്ടതെന്ന് ഒന്ന് കൺഫർമേഷനോട് കിട്ടിക്കഴിഞ്ഞാൽ അതാവുള്ളൂ. കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ പപ്പായ വെക്കണ അച്ഛനൊക്കെ കാലിനതൊക്കെ എന്തൊക്കെയോ വെയ്യട്ടോ. പക്ഷെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കാർ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മൾ ഇതുവരെ ഒരു അനുഭവത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ആ ലെവലിൽ തന്നെയാണ് സംസാരങ്ങളും കാര്യങ്ങളും. നമ്മളെ അത്രയും ബഹുമാനത്തോടെയും കാര്യത്തോടെയും സംസാരിക്കുന്നു. എന്തായാലും നമ്മളെ ഷായി സാറ് കിങ് ഓഫ് കേരള തൈക്കോണ്ടോ ഒന്നിനും വിട്ടുകൊടുക്കൂല ആള്. എല്ലാത്തിനും വില ചോദിച്ചിട്ടും അതിൻ്റേതായ ന്യായമായ വിലയാണ് അദ്ദേഹം കൊടുക്കുള്ളൂ. അസീസാറിനെ ഇപ്പോൾ കണ്ടപ്പോൾ കറക്റ്റായിട്ട് ചോദിച്ചിട്ട് ചെയ്യും. പോകണ്ട പച്ചക്കറികളും കാര്യങ്ങളൊക്കെ. ക്യാരറ്റിൻ്റെ ഒക്കെ കളറ് നമ്മളവിടുത്തെ ക്യാരറ്റല്ല, റോസ് കളറാണ് ക്യാരറ്റ്. നമ്മളവിടെ ഓറഞ്ച് ഉണ്ട്. അങ്ങനെ ഇറങ്ങിയാണ്. നമുക്ക് ഭാഗങ്ങൾ ഒരുപാട് കാണാനുണ്ട്.
ചുറ്റുവട്ടം കണ്ടാലും മതിയല്ല. ഇത് കണ്ടെങ്കിലൊരു വെറൈറ്റി, ഇതൊരു വെറൈറ്റിയാണ്. ഒരു കിഴങ്ങ് ചൂടാക്കി തരുന്ന സംഭവമാണ്. അതിൽ നമ്മൾ ഓർക്കാപ്പുളി അങ്ങനെ എന്തൊക്കെയോ അതിൽ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഓരോരുത്തർ സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ അതിൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒന്ന് കാണാം കേട്ടോ. മൊത്തത്തിൽ ഒരു വെറൈറ്റിയാണ്. എന്തായാലും ചൂട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പിള്ളേർ. തണുത്ത് അത്രയും തണുപ്പാണ് അവരെ കൊച്ചുങ്ങളെ കൈയും കാലൊക്കെ തണുത്തും കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങളിങ്ങനെ ചാടി പോവാണ്. അപ്പോൾ ഇവർ നിൽക്കുന്ന സമയത്ത് എന്തുണ്ടോ, ഒരു ഒരു ബ്രദർ അവിടെ ചൂടിങ്ങനെ കൊള്ളുക, തണുപ്പുണ്ട്. എല്ലാവരും തണുത്ത് വിറച്ചിട്ട് ഇത്തിരി ചൂട് തരുമോ എന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു 5 മിനിറ്റ് അവിടെ നിന്ന്. അസീസാർ അവിടെയും കത്തിയടിച്ചു കൊണ്ടിരിക്കുകയാണ് ചെക്ക പുകച്ചിട്ട്. എന്തായാലും ഇന്നത്തെ പുറത്തേക്ക് ഇറങ്ങുന്ന ഔട്ടിങ് അടിപൊളിയായിരുന്നു. നല്ലൊരു വൈബ് തന്നെ ആയിരുന്നു മൊത്തത്തിൽ. നമുക്ക് കോട്ടില്ലാതെ ഒരിക്കലും, അതേപോലെ തന്നെ ചെവി മങ്കി ക്യാപ്പ് അല്ലാന്നുണ്ടെങ്കിൽ കൂട്ടിന് എന്തെങ്കിലും വെച്ചിട്ട് അടച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ അതും ഭയങ്കര തടസ്സമായിരിക്കും. ചൂടിന് വേണ്ടി എല്ലാവരും യാചിക്കുകയാണ്. അമ്മാതിരി തണുപ്പാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇതാ വരുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.